ഏജൻസികളെ നിയമപരമായി നേരിടാൻ CPM. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിനെതിരെ ഹൈക്കോടതിയിലേക്ക് നീങ്ങാൻ നിയമോപദേശം തേടിയിരിക്കുകയാണ് CPM. അതിനിടെ പ്രധാനമന്ത്രിയെ കൂടി കരുവന്നൂരിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലാണ് BJP. MS ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, കടുത്ത പോരാട്ടമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്, സംശയമില്ല. അതിനിടയിലാണ് MM വർഗീസിനെ CPM ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്തു അക്കൗണ്ട് മരവിപ്പിക്കുന്ന നടപടിയിലേക്കൊക്കെ ED എത്തുന്നത്. അത് ഏത് തരത്തിൽ CPM നേരിടും? മാത്രമല്ല, പ്രധാനമന്ത്രി കൂടി എത്തുമ്പോൾ കരുവന്നൂർ വലിയ വിഷയമാക്കിയത് ആളിക്കത്തിക്കും BJP എന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. പ്രതിരോധിക്കാനുള്ള CPMന്റെ നീക്കങ്ങൾ, ഒപ്പം BJP പ്രചാരണമാക്കാനുള്ള BJPയുടെ തന്ത്രങ്ങൾ എങ്ങനെ? അതായത് കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ ബാങ്ക് തട്ടിപ്പായ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനാണ് BJPയുടെ നീക്കം. അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് ഇത്തരത്തിൽ അവിടെ പ്രചരണം നടത്താൻ തന്നെയാണ് ഒരു സാധ്യതകൾ തേടുന്നത്. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രിക്ക് കരുവന്നൂരിന് തൊട്ടടുത്തുള്ള ഇരിങ്ങാലക്കുടയിൽ, അതായത് ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിലാണ് ഈ കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെ പെടുന്നത്. ആ മണ്ഡലത്തിൽ തന്നെ ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കാനാണ് തീരുമാനം. അല്ലെങ്കിൽ അത് സംബന്ധിച്ച് അനുമതി സംബന്ധിച്ചും അതിനോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചും എല്ലാം തന്നെ പരിശോധനകൾ SPGയുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ നടത്തിയത്. അതിന് പുറകെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി അടുത്തു നിൽക്കുന്ന സമയത്ത് കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കിയ സാഹചര്യത്തിൽ ഇതിനെ നിയമപരമായി നേരിടാൻ തന്നെയാണ് CPMഉം ശ്രമിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.